ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് ഓർമ്മ ഉണ്ടായിരിക്കും. ഊജനസിസ് എന്ന് പറയുന്ന ടോപ്പിക് ഡിസ്കസ് ചെയ്ത് അതിന്റെ കുറച്ച് ടോപ്പിക്ക് പറഞ്ഞായിരുന്നു. ഞാൻ അതൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്തിട്ട് നമുക്ക് എന്റെ കൺഫ്യൂഷന് പോവാം. സോ എന്താ നമ്മൾ ഊജനസിസ് പറഞ്ഞു? നമ്മൾ ഊജനസിസ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഊജനസിസ് സ്റ്റാർട്ട്സ് അറ്റ് എയർലി എംബ്രിയോണിക് സ്റ്റേജ്. ഊജനസിസ് സ്റ്റാർട്ട്സ് അറ്റ് എയർലി എംബ്രിയോണിക് സ്റ്റേജ് അല്ലെ. ഒരു എംബ്രിയോണിക് സ്റ്റേജ്, ഒരു ഫീമെയിൽ ചൈൽഡ് അമ്മയുടെ യൂട്രസിനകത്ത് എംബ്രിയോണിക് സ്റ്റേജിലായിരിക്കുമ്പോഴേ അതിന്റെ തുടക്കത്തിലെ ഊജനസിസ് ആരംഭിക്കും അല്ലെ. സോ നമ്മൾ എന്താ പറഞ്ഞേ, ഓവറിയ ലൈൻ ചെയ്തുകൊണ്ട് കാണുന്ന ഡിപ്ലോയിഡ് സെൽസ് ഉണ്ട് അല്ലെ. അത് നമ്മൾ പറഞ്ഞ പേരാണ് ഊഗോണിയ അല്ലെങ്കിൽ ഫീമെയിൽ ജേം സെൽസ് എന്ന് പറഞ്ഞു അല്ലെ. ഊഗോണിയൽ സെൽസ് പറഞ്ഞോ. ഓരോ ഊഗോണിയൽ സെൽസും എന്ത് ചെയ്യും? നിരന്തരം മൈറ്റോസിസിന് വിധേയമാകും. ഓരോ ഊഗോണിയൽ സെൽസും നിരന്തരം എന്തിനു വിധേയമാകും? മൈറ്റോട്ടിക് ഡിവിഷന് വിധേയമാകും. അപ്പൊ ധാരാളം എന്തുണ്ടാവും? ഊഗോണിയൽ സെൽസ് ഉണ്ടാവും. ഇതെല്ലാം ഊഗോണിയൽ സെൽസ് ആണ്. അപ്പൊ എന്ത് ഡിവിഷനാണ് നടക്കുന്നത്? മൈറ്റോട്ടിക് ഡിവിഷൻ, മൈറ്റോസിസ് അല്ലെ. ഇത് ഏത് സ്റ്റേജ് ആണ്? എംബ്രിയോണിക് സ്റ്റേജ്. ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. എംബ്രിയോണിക് സ്റ്റേജില് ഓവറിയെ ലൈൻ ചെയ്തുകൊണ്ട് കാണുന്ന ഡിപ്ലോയിഡ് ക്യൂബോയിഡൽ സെൽസ് ആയ ഊഗോണിയൽ സെൽസ് നിരന്തരം മൈറ്റോട്ടിക് ഡിവിഷന് വിധേയമായിട്ട് ലാർജ് നമ്പറിൽ ഊഗോണിയൽ സെൽസ് ഉണ്ടായി. ഈ ഉണ്ടാവുന്ന ഓരോ ഊഗോണിയൽ സെൽസും അതിൽ ചില ഊഗോണിയൽ സെൽസ് ഉണ്ടാവുന്നതോടൊപ്പം അതിന്റെ മൈറ്റോട്ടിക് ഡിവിഷൻ സ്റ്റോപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യും? മിയോസിസ് 1ന്റെ പ്രോഫേസ് 1ലോട്ട് കയറി അറസ്റ്റഡ് ആവും. മിയോസിസ് 1ന്റെ ഇപ്പൊ എക്സാമ്പിൾ ഈ ഊഗോണിയൽ സെൽസ് അതിന്റെ മൈറ്റോട്ടിക് ഡിവിഷൻ സ്റ്റോപ്പ് ചെയ്തു. ദാറ്റ് എൻറ്റർ ഇൻടു പ്രോഫേസ് 1 ഓഫ് മിയോസിസ് ഫസ്റ്റ് ആൻഡ് ഗെറ്റ് ടെമ്പററിലി അറസ്റ്റഡ്. എന്നിട്ട് താൽക്കാലികമായി അറസ്റ്റഡ് ആയി. ഈ സ്റ്റേജിൽ ഇതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? പ്രൈമറി ഊസൈറ്റ്. എന്താ വിളിക്കുന്നേ? പ്രൈമറി ഊസൈറ്റ്. ഇങ്ങനെ ധാരാളം ഊഗോണിയൽ സെൽസ് ഇതുപോലെ പ്രൈമറി ഊസൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ആ ഫീമെയിൽ എംബ്രിയോയുടെ ഓവറിക്കകത്ത് അല്ലെ. ഇങ്ങനെ ഉണ്ടാകുന്ന ഓരോ പ്രൈമറി ഊസൈറ്റ് ഡിപ്ലോയിഡ് ആണ്. കാരണം അത് മിയോസിസ് 1 കംപ്ലീറ്റ് ആയിട്ടില്ല. പ്രോഫേസ് 1 നടന്നുള്ളൂ. മെറ്റാഫേസിലോട്ട് പോകാൻ പറ്റുന്നില്ല. ഇങ്ങനെ ആ എംബ്രിയോണിക് ഓവറിക്കകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഓരോ പ്രൈമറി ഊസൈന് ചുറ്റും ഒരു ലെയർ ഗ്രാനുലോസ സെൽസ് വന്നങ്ങ് പൊതിയും. ഈ പൊതിയുന്ന സെൽസിന് പറയുന്ന പേരെന്താ? ഗ്രാനുലോസ സെൽസ്. ഇപ്പോൾ ഈ ടോട്ടൽ സ്ട്രക്ചറിന് പറയുന്ന പേരാണ് പ്രൈമറി ഫോളിക്കിൾ. എന്താ പേര്? പ്രൈമറി ഫോളിക്കിൾ. ഇങ്ങനെ ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ ഓവറിക്കകത്ത് ഏകദേശം ഓരോ ഓവറിയിലും 1 മില്യൺ പ്രൈമറി ഫോളിക്കിൾസ് ഉണ്ടായിരിക്കും. 1 മില്യൺ മീൻസ് 10 ലക്ഷം. ജനിച്ചതിന് ശേഷം ഒരു ഊഗോണിയ പോലും പുതുതായി ഫോം ചെയ്തില്ല. ഒരു പെൺകുട്ടി ജനിച്ചതിന് ശേഷം ആ പെൺകുട്ടിയുടെ ഓവറിയിൽ ഒരു ഊഗോണിയ പോലും പുതുതായി ഫോം ചെയ്യത്തില്ല. എംബ്രിയോണിക് സ്റ്റേജിൽ എത്ര ഊഗോണിയ ഉണ്ടോ അത് എല്ലാം പ്രൈമറി ഊസൈറ്റായി മാറും, പ്രൈമറി ഫോളിക്കിളായി മാറും. ജനിച്ചതിന് ശേഷം ഒരു ഊഗോണിയ ഇല്ല, അല്ലെങ്കിൽ ഒരു പ്രൈമറി ഊസൈറ്റും ഇല്ല, അല്ലെങ്കിൽ ഒരു പ്രൈമറി ഫോളിക്കിളും ഇല്ല. ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ എത്ര പ്രൈമറി ഫോളിക്കിൾ ഉണ്ടോ അതിനുശേഷം ഒരു പ്രൈമറി ഫോളിക്കിൾ പോലും പുതുതായി ഓവറിയിൽ ആഡ് ചെയ്യപ്പെടത്തില്ല. ഇനി ഇപ്പോൾ ബർത്ത് നടന്നു വിചാരിക്കുക. ബർത്ത് നടന്നപ്പോൾ എന്താ ഉള്ളേ? പ്രൈമറി ഊസൈറ്റ്. അത് എന്തിനകത്തായിരിക്കുന്നേ? പ്രൈമറി ഫോളിക്കിനകത്ത്. ബർത്ത് തൊട്ട് എന്തുവരെ കടന്നു? പ്യൂബർട്ടി വരെ ആ പെൺകുട്ടിയുടെ ലൈഫ് പോവുകയാണ്. ബർത്ത് തൊട്ട് പ്യൂബർട്ടി വരെ. ബർത്ത് തൊട്ട് പ്യൂബർട്ടി വരെയുള്ള ടൈമിലും ഈ പ്രൈമറി ഫോളിക്കിൾ അതുപോലെ തന്നെ തുടരും. അതിനകത്തുള്ള പ്രൈമറി യൂസൈറ്റ് ഏത് തന്നെയായിരിക്കും? മിയോസിസ് 1ന്റെ പ്രോഫേസ് 1 തന്നെ ആയിരിക്കും. അതിന് ഒരു മാറ്റവും നടക്കത്തില്ല. പിന്നെ നടക്കുന്ന ആ ബർത്ത് തൊട്ട് പ്യൂബർട്ടി വരെയുള്ള ടൈമിൽ ആ ഫീമെയിൽ എംബ്രിയോയുടെ ഓവറിക്കകത്ത് നടക്കുന്ന മാറ്റം, ജനിച്ച സമയത്ത് ബർത്ത് ഞാൻ എത്ര പറഞ്ഞു? 1 മില്യൺ പ്രൈമറി ഫോളിക്കിൾ ഉണ്ട്. എന്നാൽ പ്യൂബർട്ടി എത്തുമ്പോൾ ഈ 1 മില്യൺ ഉണ്ടായിരുന്ന പ്രൈമറി ഫോളിക്കിൾ എത്രയായി കുറഞ്ഞു? 60,000 തൊട്ട് 80,000 വരെയായി കുറഞ്ഞു. 90% പ്രൈമറി ഫോളിക്കിൾസ് നശിച്ചുപോയി. 1 മില്യൺ ഉണ്ടായിരുന്ന പ്രൈമറി ഫോളിക്കിൾ ഉണ്ടായിരുന്നതിന്റെ സ്ഥാനത്ത് 60,000 തൊട്ട് 80,000 വരെയായി കുറഞ്ഞു. ഈ പ്രക്രിയക്ക് നമ്മളൊരു പേര് വിളിച്ചു ഫോളിക്കുലാർ അട്രേഷ്യ.
So a large number of primary follicles undergo disintegration during the phase from birth to puberty, and this process is called follicular atresia. So at puberty only 60,000 to 80,000 primary follicles are left in each ovary. Clear? Okay. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഇനി എന്തെത്തി? പ്യൂബർട്ടി എത്തി എന്ന് വിചാരിക്കുക. പ്യൂബർട്ടി എത്തിയ ഉടനെ ഈ പ്രൈമറി ഫോളിക്കിൾ ഉണ്ടല്ലോ, അതിനകത്തിരിക്കുന്ന പ്രൈമറി യൂസൈറ്റ്, ഈ പ്രൈമറി ഫോളിക്കിൾ പ്യൂബർട്ടി അറ്റൈൻ ചെയ്തു, ഇത് പ്രൈമറി ഫോളിക്കിൾ ആണ്. ഈ പ്രൈമറി ഫോളിക്കിലെ മധ്യത്തിരിക്കുന്ന പ്രൈമറി യൂസൈറ്റ് ആണ്. അതിന് ചുറ്റും കുറച്ച് ഗ്രാനുലോസ സെൽസ് ഇരിക്കുകയാണ്. ഈ ഗ്രാനുലോസ സെൽസ് ഡിവൈഡ് ചെയ്യാൻ തുടങ്ങും. ഗ്രാനുലോസ സെൽസ് ഡിവൈഡ് ചെയ്യും. കൂടുതൽ കൂടുതൽ ഗ്രാനുലോസ സെൽസ് വരും. പ്രൈമറി ഫോളിക്കിൾ എന്ന് പറഞ്ഞാൽ മധ്യത്ത് ഒരു പ്രൈമറി ഊസൈറ്റും അതിന് ചുറ്റും ഒരു ലെയറേ ഉള്ളൂ ഗ്രാനുലോസ സെൽസ്. എന്നാൽ അതിൽ മാറ്റം സംഭവിക്കാൻ പോവുകയാണ്. എപ്പോഴാണ് മാറ്റം സംഭവിക്കുന്നത്? പ്യൂബർട്ടി. ഈ പ്രൈമറി ഓരോ പ്രൈമറി ഫോളിക്കിളിനും ചുറ്റുമുള്ള ഗ്രാനുലോസ സെൽസിന്റെ അളവ് കൂടും. കൂടുതൽ കൂടുതൽ ഗ്രാനുലോസ സെൽസ് വരും. കണ്ടോ? കൂടുതൽ കൂടുതൽ ഗ്രാനുലോസ സെൽസ് വരും. കൂടുതൽ കൂടുതൽ ഗ്രാനുലോസ സെൽസും വരും. അതിനോടൊപ്പം ഈ ഗ്രാനുലോസ സെൽസിനെ മൊത്തത്തിൽ പൊതിഞ്ഞുകൊണ്ട് ഏറ്റവും പുറമെ ഒരു കണക്റ്റീവ് ടിഷ്യൂ ലെയർ ഉണ്ടാവും. കണക്റ്റീവ് ടിഷ്യൂ ലെയർ. ഈ കണക്റ്റീവ് ടിഷ്യൂ ലെയറിന് പറയുന്ന പേരാണ് തീക്കാ ലെയർ. എന്ത് വിളിക്കും? തീക്കാ ലെയർ. ഇപ്പോൾ ഈ ടോട്ടൽ സ്ട്രക്ചറിന് പറയുന്ന പേരാണ് സെക്കൻഡറി ഫോളിക്കിൾ. സോ പ്രൈമറി ഫോളിക്കിൾ എന്തായി മാറി? സെക്കൻഡറി ഫോളിക്കിൾ ആയി മാറി. എപ്പോഴാ മാറുന്നേ? അറ്റ് പ്യൂബർട്ടി. ബർത്ത് തൊട്ട് പ്യൂബർട്ടി വരെയും ഇത് പ്രൈമറി ഫോളിക്കിളായി തന്നെ തുടരും ഓവറിക്കകത്ത്. ആ പെൺകുട്ടി പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള പ്രൈമറി ഫോളിക്കിൾസ് എന്തായി മാറും? സെക്കൻഡറി ഫോളിക്കിളായി മാറും. എങ്ങനെ മാറിയത്? ആ പ്രൈമറി ഫോളിക്കിളിന് ചുറ്റുമുള്ള ഗ്രാനുലോസ സെൽസ് ഡിവൈഡ് ചെയ്ത് കൂടുതൽ ലെയർ ഗ്രാനുലോസ സെൽസ് വരും. ഏറ്റവും പുറമെ ഒരു കണക്റ്റീവ് ടിഷ്യൂ ലെയർ വരും. ആ ലെയറിന് പറയുന്ന പേര് തീക്കാ ലെയർ. തീർന്നില്ല. വീണ്ടും ഇതിങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ചുറ്റുമുള്ള ഗ്രാനുലോസ സെൽസ് ഉണ്ടല്ലോ, വീണ്ടും ഡിവൈഡ് ചെയ്യും. ഈ ഡിവിഷനൊക്കെ കാരണം ഈ പ്യൂബർട്ടി എത്തുമ്പോൾ ഫീമെയിൽസിന്റെ ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്ന് 2 ഹോർമോൺ വരും. ആ ഹോർമോണിന്റെ പേരാണ് FSH ഉം LH. ചുമ്മാ ഡിവൈഡ് ചെയ്തില്ല. ഡിവൈഡ് ചെയ്യാൻ കാരണം ഈ 2 ഹോർമോൺസും ആണ്. അത് നമുക്ക് അടുത്തൊരു സെക്ഷൻ മെൻസ്ട്രുവൽ സൈക്കിളിൽ ഡിസ്കസ് ചെയ്യാം. ഈ ആന്റീരിയർ പിറ്റ്യൂട്ടറി റിലീസ് ചെയ്യുന്ന FSH-ന്റെയും LH-ന്റെയും സ്റ്റിമുലേഷൻ ഫലമായിട്ടാണ് ഈ ചുറ്റുമുള്ള ഈ ഗ്രാനുലോസ സെൽസ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ അത് സെക്കൻഡറി ഫോളിക്കിളായി. വീണ്ടും ഈ FSH LH ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. വീണ്ടും ഇതിൽ മാറ്റം നടക്കും. വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പോകും. ഞാൻ മാറ്റിയാണ്. വീണ്ടും ഡിവൈഡ് ചെയ്ത് ഇത് പ്രൈമറി ഊസൈറ്റ്. ആ പ്രൈമറി ഊസൈറ്റ് അങ്ങനെ ഇരിക്കുന്നത് ഡിപ്ലോയിഡ് ആണ്. മിയോസിസ് 1-ന്റെ പ്രോഫേസ് 1-ലാണ്. ഇതിന് ചുറ്റും ഗ്രാനുലോസ സെൽസ് വരെയാണ്. ഇതിന് ചുറ്റും ഗ്രാനുലോസ സെൽസിന്റെ അളവ് കൂടും. കൂടുതൽ ഗ്രാനുലോസ സെൽസ് വരും. കൂടുതൽ ഗ്രാനുലോസ സെൽസ് ഇങ്ങനെ വന്ന് ഇതിന് ചുറ്റും പൊതിക്കും. കണ്ടോ? കൂടുതൽ ഗ്രാനുലോസ സെൽസ് വന്ന് പൊതിക്കും. ഓക്കെ. ഈ ഗ്രാനുലോസ സെൽസ് പൊതിയുന്നതോടൊപ്പം നിങ്ങൾ ആ സെക്കൻഡറി ഫോളിക്കിൾ സംഭവിക്കുന്ന മാറ്റം നോക്കണം. ഏറ്റവും പുറമെ എന്തുണ്ടെന്ന് പറഞ്ഞു? ഏറ്റവും പുറമെ തീക്കാ ലെയർ. ഇവിടെ സംഭവിച്ച മാറ്റം നോക്കി. ഇപ്പൊ സെക്കൻഡറി ഫോളിക്കിൾ കുറച്ചുകൂടെ മാറി, കുറച്ചുകൂടെ വലുതായി. ഈ സ്റ്റേജിൽ ഇതിന് പറയുന്ന പേര് ടേർഷറി ഫോളിക്കിൾ എന്നാണ്. എന്താ പേര്? ടേർഷറി ഫോളിക്കിൾ. സംഭവിച്ച മാറ്റം, ഈ സെക്കൻഡറി ഫോളിക്കിലായിരുന്ന ഗ്രാനുലോസ സെൽസിന്റെ അളവ് കുറച്ചുകൂടെ കൂടി. അതിനോടൊപ്പം ഇതിനകത്തൊരു ലെയർ, ഒരു ക്യാവിറ്റി വന്നാണ്ടോ, മധ്യത്തായിട്ട് ഒരു ക്യാവിറ്റി വന്നു. ഈ ക്യാവിറ്റിക്ക് പറയുന്ന പേരാണ് ആൻഡ്രം. ഒരു ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റിയാണ് ആൻഡ്രം. ആൻഡ്രം എന്ന് പറയുന്ന ക്യാവിറ്റി സെക്കൻഡറി ഫോളിക്കിൽ ഇല്ല. ക്യാവിറ്റി വരുന്നത് ടേർഷറി ഫോളിക്കിലാണ്. മാത്രമല്ല ഇതിന് ചുറ്റും തീക്കാ ലെയർ ഒറ്റ ലെയർ അല്ലായിരുന്നു, ഇത് 2 ലെയറായി മാറി. അകത്തൊരു ലെയർ, പുറത്തൊരു ലെയർ. അകത്തെ ലെയറിന് ഇങ്ങനെ പറയും തീക്ക ഇന്റേണ എന്ന് പറയും. പുറത്തെ ലെയറിന് തീക്ക എക്സ്റ്റേണ എന്ന് പറയും. തീക്ക എക്സ്റ്റേണ. സോ ഒന്നുകൂടെ പറയുന്നു, ഒരു പെൺകുട്ടി പ്യൂബർട്ടി എത്തി. ആ പെൺകുട്ടി പ്യൂബർട്ടി എത്തിയപ്പോൾ ആ പെണ്ണിന്റെ ഓവറിൽ എന്താ ഉള്ളേ? പ്രൈമറി ഫോളിക്കിൾ. പ്രൈമറി ഫോളിക്കിൾ എന്ന് പറഞ്ഞാൽ മധ്യത്ത് പ്രൈമറി ഊസൈറ്റ്, പ്രോഫേസ് 1-ലിരിക്കുന്ന പ്രൈമറി ഊസൈറ്റ്. അതിന് ചുറ്റും ഒരു ലെയർ ഗ്രാനുലോസ സെൽസ്. പ്യൂബർട്ടി എത്തുമ്പോൾ
ഈ പറഞ്ഞ രണ്ട് ഹോർമോൺസിന്റെ FSH-ന്റെയും LH-ന്റെയും സെക്രീഷൻ കാരണം ആന്റീരിയർ പിറ്റ്യൂട്ടറി ലാർജ് എമൗണ്ട് FSH-ഉം LH-ഉം സെക്രീറ്റ് ചെയ്യുന്നതിന്റെ ഫലമായി ഈ ഹോർമോൺസിന്റെ സ്റ്റിമുലേഷന് ഫലമായി പ്രൈമറി ഫോളിക്കിളിന് ചുറ്റുമുള്ള ഗ്രാനുലോസ സെൽസ് ഡിവൈഡ് ചെയ്ത് കൂടുതൽ ലെയർ ഗ്രാനുലോസ സെൽസ് വരും. ഏറ്റവും പുറമെ അതിനെ പൊതിഞ്ഞുകൊണ്ട് ഒരു കണക്റ്റീവ് ടിഷ്യൂ ലെയർ വരും, പേര് തീക്ക ലെയർ. അപ്പോൾ അതിനെ വിളിക്കുന്ന പേര് സെക്കൻഡറി ഫോളിക്കിൾ. വീണ്ടും ഈ ഹോർമോൺസ് വന്നുകൊണ്ടിരിക്കുന്നു, വീണ്ടും ഈ സെക്കൻഡറി ഫോളിക്കിൾ മാറ്റത്തിന് വിധേയമാകും. ഇതിനോടൊപ്പം വീണ്ടും ഗ്രാനുലോസ സെൽസിന്റെ അളവ് കൂടും. ആ അളവ് കൂടുകയും അവിടെ ഒരു ക്യാവിറ്റിയും കൂടെ ഡെവലപ്പ് ചെയ്യും. ആ ക്യാവിറ്റിക്ക് പറയുന്ന പേരാണ് ആൻഡ്രം. അതോടൊപ്പം ഇതിന് ഏറ്റവും പുറമെയുള്ള തീക്ക ലെയർ 2 ലെയറായി മാറും, തീക്ക ഇന്റേണയും തീക്ക എക്സ്റ്റേണയും. ഈ ടോട്ടൽ സ്ട്രക്ചർ എന്ന് പറയുന്ന പേരാണ് ടേർഷറി ഫോളിക്കിൾ. ഇനി ഒരു വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ഞാൻ പറയുന്നു, നിങ്ങളുടെ അറ്റൻഷൻ ഇവിടെ വേണം, കോൺസെൻട്രേഷൻ വേണം. ഈ ടേർഷറി ഫോളിക്കിൾ എന്ന സ്റ്റേജ് എത്തിയാൽ ഉടനെ ഇതിനകത്തിരിക്കുന്ന ഈ പ്രൈമറി യൂസൈറ്റ് ഉണ്ടല്ലോ, മിയോസിസ് 1ന്റെ പ്രോഫേസ് 1-ലല്ലായിരുന്നോ, അത് മിയോസിസ് ഫസ്റ്റ് അങ്ങ് കംപ്ലീറ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ പ്രോഫേസ് 1-ൽ അറസ്റ്റഡ് ആയിരിക്കുന്ന ആ ഫേസിൽ നിന്ന് അത് മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസിലൂടെ കിടക്കും. മിയോസിസ് ഫസ്റ്റ് കംപ്ലീറ്റ് ആവും. അപ്പൊ എപ്പോഴാണ് അത് മിയോസിസ് ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത്? ടേർഷറി ഫോളിക്കിൾ എന്ന സ്റ്റേജിൽ എത്തുമ്പോൾ. ആ ടെർഷറി ഫോളിക്കിൾ എന്ന സ്റ്റേജിൽ എത്തുമ്പോൾ ഈ പ്രൈമറി ഊസൈറ്റ് മിയോസിസ് 1ന്റെ പ്രോഫേസ് 1-ലിരിക്കുന്ന പ്രൈമറി ഊസൈറ്റ് അതിന്റെ മിയോസിസ് ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സെൽസ് നോക്കി. ഒരു വലിയ സെല്ലും ഒരു ചെറിയ സെല്ലും, ഒരു കുഞ്ഞു സെൽ, ഒന്ന് ഒരു വലിയ സെല്ലും ഒരു ചെറിയ സെല്ലും. ഈ വലിയ സെല്ല് പറയുന്ന പേര് സെക്കൻഡറി ഊസൈറ്റ്, ചെറിയ സെല്ലിന് പറയുന്ന പേര് ഫസ്റ്റ് പോളാർ ബോഡി എന്നാണ്. വലിയ സെല്ലിന് പറയുന്ന പേര് സെക്കൻഡറി ഊസൈറ്റ്, ചെറിയ സെല്ലിന് പറയുന്ന പേര് ഫസ്റ്റ് പോളാർ ബോഡി. സ്വാഭാവികമായിട്ട് മിയോസിസ് ഫസ്റ്റ് കഴിയുമ്പോൾ ക്രോമോസോം നേരെ പകുതിയാവും. അപ്പൊ ഇത് ഹാപ്ലോയിഡ് ആണ്, ഇതും ഹാപ്ലോയിഡ് ആണ്. എന്തിനാണ് വലുതും ചെറുതുകൊണ്ടാണെന്ന് പിന്നെ പറയാം. അപ്പോൾ സ്പെർമാറ്റോജനസിലാണെങ്കിൽ ഇത് ഈക്വൽ ആണ്, ഒരേ സൈസിൽ ഉണ്ടാകുന്ന 2 സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ഉണ്ടാകുന്നത്. ഇവിടെ അൺഈക്വൽ ഡിവിഷൻ ആണ്. സ്പെർമാറ്റോജനസിൽ ഈക്വൽ മിയോസും ഇവിടെ അൺഈക്വൽ മിയോട്ടിക് ഡിവിഷൻ ആണ്. അപ്പോൾ പ്രൈമറി oocyte within the tertiary follicle completes the first meiotic division to produce 2 unequal cells. The larger cell is called secondary oocyte and the smaller haploid cell is called first polar body. Clear? അപ്പോൾ ഇനി tertiary follicle-നകത്തിരിക്കുന്ന ആരാ? പ്രൈമറി oocyte എന്ന് വിളിക്കരുത്, സെക്കൻഡറി oocyte. ഈ ഉണ്ടാവുന്ന ഫസ്റ്റ് പോളാർ ബോഡി നശിച്ചു പോകും. ഈ ഉണ്ടാവുന്ന ഫസ്റ്റ് പോളാർ ബോഡിയെ കുറിച്ച് ഇപ്പോൾ ഒരു കോൺട്രവേഴ്സി നിലനിൽക്കുകയാണ് സയന്റിസ്റ്റുകളുടെ ഇടയിൽ. ചില ഡോക്ടർമാർ പറയുന്നു ഈ ഉണ്ടാവുന്ന ഫസ്റ്റ് പോളാർ ബോഡി അപ്പൊ തന്നെ എന്ത് ചെയ്യും? നശിച്ചു പോകും, ഡിസിന്റഗ്രേറ്റ് ചെയ്തു. ചില സയന്റിസ്റ്റുകൾ പറയുന്നു ഈ ഉണ്ടാവുന്ന പോളാർ ബോഡി ചിലപ്പോൾ മിയോസിസ് സെക്കൻഡിന് വിധേയമാകാം. നമുക്ക് അതിനെക്കുറിച്ച് ബോധറിയേണ്ട കാര്യമില്ല. ഒന്നുകിൽ അതെന്ത് ചെയ്യാം, സെക്കൻഡ് മിയോസിന് വിധേയമാകാം, അല്ലെങ്കിൽ അതപ്പം തന്നെ എന്ത് ചെയ്യാം, ഡിസിന്റഗ്രേറ്റ് ചെയ്തു പോകും. കാരണം അതിൽ സൈറ്റോപ്ലാസ്റ്റിന്റെ അളവ് വളരെ കുറവാണ്. കുറച്ച് സൈറ്റോപ്ലാസം ഉണ്ടെങ്കിലേ അതിന് നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. ഈ പ്രൈമറി oocyte-ന്റെ 99% ന്യൂട്രിയൻസും സൈറ്റോപ്ലാസവും ആർക്കാ കിട്ടിയത്? സെക്കൻഡറി oocyte-നെ കിട്ടിയത്. ഇതിലോട്ട് പോയ സൈറ്റോപ്ലാസം വളരെ കുറച്ചാണ്. സൈറ്റോപ്ലാസം വളരെ കുറച്ച് കിട്ടിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ന് സർവൈവൽ ചാൻസ് വളരെ കുറവാണ്. ഓക്കെ, ഇനി അപ്പൊ സെക്കൻഡറി oocyte എവിടെ ഇരിക്കുകയാണ്? ടെർഷറി ഫോളിക്കിൾ. വീണ്ടും ഈ FSH LH വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ടെർഷറി ഫോളിക്കിൾ വലുതായിക്കൊണ്ടിരിക്കുകയാണ്, വരയ്ക്കുന്നില്ല. വീണ്ടും ഗ്രാനുലോസ സെൽസിന്റെ അളവ് കൂടും. അതിനോടൊപ്പം ഈ ക്യാവിറ്റി ഉണ്ടല്ലോ, ആൻഡ്രം എന്ന് പറയുന്ന ക്യാവിറ്റി, അതും ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ ടെർഷറി ഫോളിക്കിൾ നല്ല വലുതായിക്കൊണ്ടിരിക്കുകയാണ്. വലുതായി അവസാനം ഒരു ഫുള്ളി മെച്ചുവർ ഫോളിക്കിളായി മാറും. എത്രത്തോളം മാക്സിമം വലുതാവാൻ പറ്റുമോ അത്രത്തോളം മാക്സിമം വലുതാവും. കൂടുതൽ ഗ്രാനുലോസ സെൽസ്, അകത്തുള്ള ഫിൽഡ് ക്യാവിറ്റി ആൻഡ്രം കുറച്ചുകൂടെ വലുതാവും. തീക്ക ലെയർ തീക്ക ഇന്റേണയും തീക്ക എക്സ്റ്റേണയായിട്ട് നിലനിൽക്കും. അപ്പൊ ഒരു ഫുള്ളി ഗ്രോത്ത് സംഭവിച്ച ഫുള്ളി മെച്ചുവർ ആയിട്ടുള്ള ഫോളിക്കിളായി ടെർഷറി ഫോളിക്കിൾ മാറി. ഇപ്പോൾ അതിനെ വിളിക്കുന്ന പേര് ഗ്രാഫിയൻ ഫോളിക്കിൾ. വിളിക്കേണ്ട പേരെന്താ? ഗ്രാഫിയൻ ഫോളിക്കിൾ. ടെർഷറി ഫോളിക്കിൾ ഫുള്ളി മെച്ചുവർ സ്റ്റേജിലെത്തിയാൽ ഫുള്ളി മെച്ചുവേർഡ് ഒവേറിയൻ ഫോളിക്കിൾ ഈസ് കോൾഡ് ഗ്രാഫിയൻ ഫോളിക്കിൾ. എന്താണ് ഗ്രാഫിയൻ ഫോളിക്കിൾ? ഗ്രാഫിയൻ ഫോളിക്കിൾ എന്ന സ്റ്റേജിനകത്താണ് ഇപ്പൊ ആരിയിരിക്കുന്ന സെക്കൻഡറി oocyte ഇരിക്കുന്നത്. ഗ്രാഫിയൻ ഫോളിക്കിൾ എന്ന സ്റ്റേജിലാണ് സെക്കൻഡറി oocyte. ഈ ഗ്രാഫിയൻ ഫോളിക്കിൾ എന്ന സ്റ്റേജിൽ എത്തുമ്പോൾ ഇതിനകത്തിരിക്കുന്ന സെക്കൻഡറി oocyte പ്രത്യേകതയുണ്ട്. ഇതാണ് സെക്കൻഡറി oocyte എന്ന് വിചാരിക്കുക, ഹാപ്ലോയിഡ് സെക്കൻഡറി oocyte. ഇതിന് ചുറ്റും ഒരു ലെയർ, പുതിയൊരു ലെയർ ഫോം ചെയ്യും ഈ സെക്കൻഡറി oocyte. ഇതതിന്റെ പ്ലാസ്മ മെമ്പറൈൻ ആണ്. ഏതൊരു സെല്ലിനും പ്ലാസ്മ മെമ്പറൈൻ ഉണ്ടല്ലോ, അതിന് ചുറ്റും പുതിയൊരു ലെയർ ഫോം ചെയ്യും. ആ പുതിയ ലെയറിന് പറയുന്ന പേരാണ് സോണ പെലൂസിഡ.
സോണ പെല്ലൂസിഡ. സോണ പെല്ലൂസിഡ എന്ന് പറയുന്നത് പുതിയൊരു ലെയർ ഫോം ചെയ്യും ഓവത്തിന്റെ സെക്കൻഡറി ഊസൈന്റെ പ്ലാസ്മ മെംബ്രേന് ചുറ്റും. അപ്പൊ ഏത് സ്റ്റേജിലാണ് പുതിയ ലെയറായ സോണ പെല്ലൂസിഡ ഫോം ചെയ്യുന്നത്? ഗ്രാഫിയൻ ഫോളിക്കിൾ എന്നുള്ള സ്റ്റേജ്. അറ്റ് ദ സ്റ്റേജ് ഓഫ് ഗ്രാഫിയൻ ഫോളിക്കിൾ എ ന്യൂ മെംബ്രേൻ കോൾഡ് സോണ പെല്ലൂസിഡ സറൗണ്ട്സ് ദി സെക്കൻഡറി ഊസൈൻ. അപ്പൊ ഗ്രാഫിയൻ ഫോളിക്കിൾ ആയിരിക്കണേ ഫുള്ളി മെച്ചുവർ ആണ്, മാക്സിമം വലുതായിട്ട് നിൽക്കുകയാണ്. ഇനി മാക്സിമം വലുതായി കഴിഞ്ഞാൽ ഉടനെ അത് എന്ത് ചെയ്യും? പിന്നെ അത് വലുതാവാൻ ശ്രമിക്കുമ്പോൾ വലുതാവാൻ പറ്റത്തില്ല. അപ്പൊ എന്ത് ചെയ്യും? സ്വാഭാവിക ഫോഴ്സ് കടന്ന് പൊട്ടി അതിനകത്തിരിക്കുന്ന ആരെ റിലീസാവും? സെക്കൻഡറി ഊസൈൻ റിലീസാവും. ഗ്രാഫിയൻ ഫോളിക്കിൾ അതിനകത്തിരിക്കുന്ന ആരെ റിലീസ് ചെയ്യും? സെക്കൻഡറി ഊസൈൻ. ഗ്രാഫിയൻ ഫോളിക്കിൾ എവിടെയാ? ഓവറിക്കകത്ത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടുക എന്ന് പറഞ്ഞാൽ പൊട്ടി റിലീസായാൽ അത് ഓവറിൽ നിന്ന് റിലീസായി. ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടി ഓവറിൽ നിന്ന് ആരെ റിലീസ് ചെയ്തു? സെക്കൻഡറി ഊസൈനെ റിലീസ് ചെയ്തു. ആ പ്രക്രിയക്ക് പറയുന്ന പേരാണ് ഓവുലേഷൻ. ആ പ്രക്രിയക്ക് പറയുന്ന പേരാണ് ഓവുലേഷൻ. ഓവുലേഷൻ, ദ പ്രോസസ് ഓഫ് റിലീസ് ഓഫ് ഓവം, ദാറ്റ് ഈസ് സെക്കൻഡറി ഊസൈൻ. ഓവം നല്ല നമ്മൾ ആക്ച്വലി പറയേണ്ട സെക്കൻഡറി ഊസൈൻ എന്നാണ്. പലപ്പോഴും സെക്കൻഡറി ഊസൈൻ നമ്മൾ ഓവമായി പറയാറുണ്ട്. അപ്പൊ ഓവറിൽ നിന്ന് ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടി അതിനകത്തിരുന്ന സെക്കൻഡറി ഊസൈറ്റ് റിലീസായ പ്രക്രിയക്ക് പറയുന്ന പേരാണ് ഓവുലേഷൻ. അപ്പൊ ഇപ്പോൾ ഊജനസ് കംപ്ലീറ്റ് ആയിട്ടില്ല, നമ്മൾ ഓവ എത്തിയിട്ടില്ല. ഇപ്പൊ മിയോസ് ഫസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. ഓക്കെ, ഇനി ഈ സെക്കൻഡറി ഊസൈറ്റ് ഓവറിൽ നിന്ന് പോയി ഏത് കൂടെ പോവുകയാണ്? ഫെലോപ്പിൻ ട്യൂബിൽ കൂടെ പോവുകയാണ് അല്ലെ? പഠിച്ചിട്ടുണ്ടല്ലോ. ഓവറിൽ നിന്ന് ഫിംബ്രിയെ, അത് ഇൻഫന്റിബുലം, ദെൻ ആംബ്യുള, ഇസ്തുമസ്, ഇങ്ങനെ പോവുകയാണ് അല്ലെ? യൂട്രസിനെ ലക്ഷ്യമാക്കി പോവുകയാണ് അല്ലെ? വിചാരിക്കാതെ ഇവിടെ എത്തി. ആരെത്തി? സെക്കൻഡറി ഊസൈറ്റ് എത്തി. ഈ സമയത്ത് ഇവിടെ സ്പേംസ് ഉണ്ടെന്ന് വിചാരിക്കുക. അവിടെ എന്തുണ്ടെന്ന് വിചാരിക്കുക? സ്പേംസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ സ്പേം നേരെ ആരകത്ത് കയറി? സെക്കൻഡറി ഊസൈനകത്ത് കയറി. ഫോർ എക്സാമ്പിൾ ഇങ്ങോട്ട് മാറ്റി വരയ്ക്കാം. ഇതാണ് സെക്കൻഡറി ഊസൈൻ, ഫെലോപ്പിൻ ട്യൂബിനകത്തിരിക്കുന്നു. ഇത് സ്പേം. ഈ സ്പേം, ഫെലോപ്പിൻ ട്യൂബിനകത്തുള്ള സ്പേം ഏതിനകത്ത് കയറി? ഇതിന്റെ സൈറ്റോപ്ലാസത്തിലോട്ട് കയറി. സെക്കൻഡറി ഊസൈന്റെ സൈറ്റോപ്ലാസത്തിലോട്ട് അതിന്റെ ഹെഡിനെ കയറ്റി വെച്ചു. അക്രോസ് ഉപയോഗിച്ച് പൊട്ടിച്ച് അതിനകത്ത് കയറ്റി വെച്ചു. എപ്പോഴാണോ ഒരു സ്പേം സെക്കൻഡറി ഊസൈന്റെ സൈറ്റോപ്ലാസത്തിലോട്ട് കയറുന്നത്, when a sperm enter into the cytoplasm of secondary oocyte, suddenly the secondary oocyte undergo meiosis second. എന്തിനു വിധേയമാകും? മിയോസിസ് സെക്കൻഡ്. ഇത് മിയോസ് ഫസ്റ്റ് പരമായിട്ടുണ്ടായില്ലേ? ഇനി അതിന് എന്തിനു വിധേയമാകണം? മിയോസിസ് സെക്കൻഡ് വിധേയമാകണം. ഇതും ഒരു അൺഈക്വൽ ഡിവിഷനാണ്. ഒരു ലാർജർ സെല്ലും ഒരു സ്മോൾ സെല്ലും, ഹാപ്ലോയിഡ് ആയിട്ട് ഒരു ലാർജർ സെല്ലും ഹാപ്ലോയിഡ് ആയിട്ട് സ്മോൾ സെല്ലും. ഈ സെല്ലിന് പറയുന്ന പേര് ഊട്ടഡ്. ഈ സെല്ലിന് പറയുന്ന പേര് സെക്കൻഡ് പോളാർ ബോഡി. സെക്കൻഡ് പോളാർ ബോഡി. സോ എപ്പോഴാണ് സെക്കൻഡറി ഊസൈൻ മിയോസിസ് സെക്കൻഡ് വിധേയമാണെന്ന് പറഞ്ഞു? സെക്കൻഡറി ഊസൈന് മിയോസിസ് സെക്കൻഡ് വിധേയമാകണമെങ്കിൽ അതിനകത്ത് ആര് എൻട്രി ചെയ്യണം? സ്പേം എൻട്രി ചെയ്യണം. The secondary oocyte undergo meiosis second only when a sperm enter into it. അല്ലെ? ഒരു സെക്കൻഡറി ഊസൈറ്റ് മിയോസിസ് സെക്കൻഡ് വിധേയമാകണമെങ്കിൽ അതിനകത്ത് ആര് എൻട്രി ചെയ്യണം? സ്പേമിന്റെ എൻട്രി ആണ് സെക്കൻഡറി ഊസൈന്റെ മിയോസിസ് സെക്കൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു അൺഈക്വൽ ഡിവിഷൻ ഫലമായിട്ട് ഒരു ലാർജർ ഹാപ്ലോയിഡ് സെൽ ഉണ്ടാവും, ഊട്ടഡ് ടൈനി സെൽ ഉണ്ടാവും, സ്മോളർ സെൽ ഉണ്ടാവും. ദാറ്റ് ഈസ് സെക്കൻഡ് പോളാർ ബോഡി. ഇനി വിചാരിക്കുക, ഇവിടെ സ്പേം ഇല്ലായിരുന്നെങ്കിലും, ഫെലോപ്പിൻ ട്യൂബിനകത്ത് സ്പേം ഇല്ലായിരുന്നെങ്കിലും, ഈ ഓവം ഈ റിലീസ് ചെയ്ത സെക്കൻഡറി യൂസേജ് ഫെലോപ്പിൻ ട്യൂബിൽ കൂടെ യൂട്രസിൽ കൂടെ വജൈന വഴി പുറത്തേക്ക് പോകും. ആ പ്രക്രിയക്കാണ് നമ്മൾ മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത്, മെൻസ്ട്രൽ ഫ്ലൂയിഡ് മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡറി യൂസൈറ്റ് അവിടെയുള്ള സ്പേമുമായി ചേർന്ന് അവിടെ സൈഗോട്ട് ഫെർട്ടിലൈസേഷൻ ഉണ്ടാവും, ആ ലേഡി പ്രഗ്നന്റ് ആവും. എന്നാൽ സ്പേം ഇല്ലെങ്കിൽ അതെന്ത് ചെയ്യും? മെൻസ്ട്രേഷന് വിധേയമാകും, മെൻസ്ട്രൽ ഫ്ലൂയിഡ് ആയിട്ട് പുറത്തേക്ക് പോകും. ക്ലിയർ ആയോ? അപ്പൊ എപ്പോഴാണ് സെക്കൻഡറി യൂസൈറ്റ് മിയോസിസ് സെക്കൻഡ് വിധേയമാകുന്ന? The entry of a sperm into the secondary oocyte stimulates its second meiotic division. ഒരു സ്പേമിന്റെ എൻട്രി ആണ് സെക്കൻഡറി ഊസൈറ്റിന്റെ മിയോസിസ് സെക്കൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ലാർജ് സെൽ ഉണ്ടാവും, അതിന്റെ പേര് ഊട്ടഡ്, ടൈനി സെല്ലിന്റെ പേര് സെക്കൻഡ് പോളാർ ബോഡി. ഓക്കെ, ക്ലിയർ ആയല്ലോ? ക്ലിയർ. അപ്പൊ ഊജനസിസ് കംപ്ലീറ്റ് ആവണമെങ്കിൽ ആക്ച്വലി ആ പ്രോസസ് ഫെർട്ടിലൈസേഷൻ നടക്കണം. അപ്പൊ പലപ്പോഴും ഒരു ലേഡി മെൻസ്ട്രൽ സൈക്കിൾ നടക്കുമ്പോൾ ആ ലേഡിയിൽ പുറത്തേക്ക് പോകുന്നത് ഊജനസിസ് കംപ്ലീറ്റ് ആയിട്ടല്ല പോകുന്ന. ആക്ച്വലി ഏതാണ്? സെക്കൻഡറി യൂസൈറ്റാണ് പുറത്തേക്ക് പോകുന്നത്. ഓവം ഉണ്ടായെങ്കിൽ അതിന്റെ അർത്ഥം ആ ലേഡിയിൽ എന്ത് നടന്നു? ഫെർട്ടിലൈസേഷൻ നടന്നു എന്നാണ് അർത്ഥം.
കാരണം ഊട്ടിഡിന്റെ ന്യൂക്ലിയസും സ്പേമിന്റെ ന്യൂക്ലിയസിന്റെ ഫ്യൂസ് ചെയ്താണ് സൈഗോട്ട് ഉണ്ടാകുന്നത്. സ്പേം കയറിയാലേ അവിടെ സെക്കൻഡറി യൂസേജ് മിയോസ് സെക്കൻഡ് വിധേയമാകത്തുള്ളൂ. അപ്പൊ അതിനകത്ത് അവിടെ എന്ത് നടന്നു? ഫെർട്ടിലൈസേഷൻ നടന്നു, ആ ലേഡി പ്രഗ്നന്റ് ആയി. ക്ലിയർ ആയോ? സോ നോക്കി, പ്രൈമറി ഊസൈറ്റ് അല്ലെ എപ്പോഴാണ് മിയോസ് ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത്? മിയോസ് 1ന്റെ പ്രോഫേസ് 1ൽ അറസ്റ്റഡ് ആയ പ്രൈമറി ഊസൈറ്റ് എപ്പോഴാണ് മിയോസ് ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത്? അറ്റ് ദ ടൈം ഓഫ് പ്യൂബർട്ടി. ഏത് സ്റ്റേജിലെത്തുമ്പോൾ? ടേർഷറി ഫോളിക്കിൾ എന്ന സ്റ്റേജിലെത്തുമ്പോഴാണ് മിയോസ് ഫസ്റ്റ് കംപ്ലീറ്റ് ആയി. ലാർജ് സെല്ല് സെക്കൻഡറി ഊസൈറ്റ്, സ്മോളർ സെല്ല് ഫസ്റ്റ് പോളാർ ബോഡി. ഈ സെക്കൻഡറി ഊസൈറ്റ് എപ്പോഴാണ് മിയോസ് സെക്കൻഡ് കംപ്ലീറ്റ് ആവുന്നത്? വെൻ എ സ്പേം എൻ്റർ ഇൻടു ഇറ്റ്. ഒരു സ്പേം എപ്പോഴാണ് സെക്കൻഡ് ഊസൈനകത്ത് കയറുമ്പോൾ അപ്പോഴാണ് മിയോസ് സെക്കൻഡ് കംപ്ലീറ്റ് ആവുന്നത്. അപ്പൊ ആക്ച്വലി ഊജനസിസ് എപ്പോഴും തുടങ്ങി? ഏർലി എംബ്രിയോണിക് സ്റ്റേജ് തുടങ്ങി. എന്നിട്ട് എവിടെ സ്റ്റോപ്പായി? ബർത്തിന് സ്റ്റോപ്പായി. ബർത്ത് തൊട്ട് പ്യൂബർട്ടി വരെ ഒരു പ്രക്രിയ നടക്കുന്നില്ല. പിന്നെ അത് എപ്പോഴാണ് റീസ്റ്റാർട്ട് ചെയ്യുന്നത്? പ്യൂബർട്ടിയിലാണ് റീസ്റ്റാർട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വൈ ഊജനസിസ് ഇസ് എ ഡിസ്കണ്ടിന്യൂസ് പ്രോസസ്. ഊജനസിസ് എന്താണ്? ഒരു ഡിസ്കണ്ടിന്യൂസ് പ്രോസസ് ആണ്. പക്ഷെ സ്പെർമാറ്റോജനസിസ് എന്താണ്? ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അപ്പൊ ആക്ച്വലി ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഒരു പ്രൈമറി ഊസൈറ്റിൽ നിന്ന് എത്ര ഓവം ഉണ്ടാവും? ഊട്ടിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഊട്ടിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഓവം എന്ന് വിളിക്കുന്നത്. അപ്പൊ ഒരു പ്രൈമറി ഊസൈറ്റിൽ നിന്ന് എത്ര ഓവം ഉണ്ടായി? ഒരു ഓവം ഉണ്ടായത് അല്ലെ. എന്നാൽ സ്പെർമാറ്റോജനിസിൽ ഒരു പ്രൈമറി സ്പെർമാറ്റോസൈഡിൽ നിന്ന് 4 സ്പേം ഉണ്ടായി. ഇൻ സ്പെർമാറ്റോജനിസിസ് 4 sperms are produced from a single primary spermatocyte, but in oogenesis only 1 ovum is produced from one primary oocyte. അപ്പോൾ ഒരു പ്രൈമറി യൂസൈഡിൽ നിന്ന് ഒരു ഫങ്ഷണൽ ഓവമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ ലേഡിയിൽ ഉണ്ടാവുന്ന 2 എണ്ണം എന്താണ്? പോളാർ ബോഡിയാണ്. 2 എണ്ണം, ഒരു സെക്കൻഡറി യൂസൈറ്റ്, ഒരു പോളാർ ബോഡി ഉണ്ടാവും. സെക്കൻഡറി യൂസ് സെക്കൻഡ് കഴിയുമ്പോൾ ഒരു ഊട്ടിലും ഒരു സെക്കൻഡ് പോളാർ ബോഡി. ഒന്നുകിൽ ഈ ഫസ്റ്റ് പോളാർ ബോഡി അപ്പം തന്നെ നശിച്ചു പോകാം, അല്ലെങ്കിൽ സെക്കൻഡ് മ്യൂസിന് വിധേയമാകാം. ഓക്കെ, അതുകൊണ്ട് അതിന് വലിയ സിഗ്നിഫിക്കൻസ് ഇല്ല. അപ്പൊ ചോദിക്കും, ഇവിടെ എന്തിനാണ് പോളാർ ബോഡി ഉണ്ടാവുന്നത്? പോളാർ ബോഡി ഉണ്ടാവുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ നോക്കുക, ഇവിടെ ഉണ്ടാവുന്ന ഈ പ്രൈമറി ഊസൈറ്റിന്റെ ന്യൂട്രിയൻസ് ഭൂരിഭാഗം ഇതിലാണ് കേന്ദ്രീകരിച്ചത്. അടുത്ത സ്റ്റേജിൽ വീണ്ടും അൺഈക്വൽ ഡിവിഷനായി ഫസ്റ്റ് പോളാർ ബോഡി ഉണ്ടാക്കിയപ്പോൾ ഇതിന്റെ ന്യൂട്രിയൻസ് മൊത്തം ഇതിലാണ് കേന്ദ്രീകരിച്ചത്. ഇതിന്റെ അർത്ഥം ഒരു ഫീമെയിലില് ഉണ്ടാവുന്ന ഓവം തീർച്ചയായിട്ടും ഫങ്ഷണൽ ആയിരിക്കണം. വിചാരിക്കുക, ഇവിടെ 2 എണ്ണം ശ്രദ്ധിക്കുക, ഇവിടെ 2 എണ്ണം ഈക്വൽ സെല്ലാണ് ഉണ്ടായത്. ഇതിൽ നിന്ന് ഡിവൈഡ് ചെയ്യും, ഇതിൽ നിന്ന് ഡിവൈഡ് ചെയ്ത് വീണ്ടും 2 ഈക്വൽ സെൽ വീതം ഉണ്ടായി. അവർ മൊത്തം 4 എണ്ണം ഉണ്ടായി. അപ്പൊ അർത്ഥം ഈ പ്രൈമറി ഊസൈനെ ന്യൂട്രിയൻസ് 4 പേർക്ക് തുല്യമായി വീതിച്ചു കൊടുത്തു. അപ്പോൾ ഓരോന്നിനും ഈ 25% വീതമല്ലേ കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന ഒരു ഓവം ഫങ്ഷണൽ ആവണോ നിർബന്ധമുണ്ടോ? നിലനിൽക്കാനുള്ള ചാൻസ് ഉണ്ടോ? ഇല്ല, കുറവാണ്, ചാൻസ് കുറവാണ്. കാരണം ഫീമെയിലിൽ നിന്ന് അത് റിലീസായി പിന്നെ അത് ഫെലോപ്പിയൻ ട്യൂബ് കൂടെ ട്രാൻസ്പോർട്ട് ചെയ്ത് ദെൻ സ്പേമുമായിട്ട് ഫെർട്ടിലൈസ് ചെയ്ത് വരാം. അതിനെ നിലനിൽക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ നല്ല കഴിവോടുകൂടി നല്ല വയബിളായി അത് നിൽക്കാൻ പറ്റണമെങ്കിൽ അതിന് നല്ലതുപോലെ എന്ത് വേണം? ന്യൂട്രിയൻസ് വേണം. കാരണം സ്പേം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു സെല്ലാണ്. സ്പേം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു സെല്ലാണ്. അതിൽ ന്യൂട്രിയൻസ് വളരെ കുറവാണ്. ആ ചെറിയ സെല്ല് ഒരു വലിയ സെല്ലുമായി നല്ലതുപോലെ ന്യൂട്രിയൻസ് ഉള്ള ഒരു സെല്ലുമായി ഫ്യൂസ് ചെയ്താൽ മാത്രമേ എന്ത് നടക്കത്തുള്ളൂ? നല്ല ഡെവലപ്മെന്റ് വിധേയമാകാൻ കഴിവുള്ള ഒരു സൈഗോട്ട് ഫോം ചെയ്തുള്ളൂ. ആദ്യം ഇപ്പൊ സ്പേം എന്താണ്? വളരെ ന്യൂട്രിയൻസ് വളരെ കുറഞ്ഞ, സൈറ്റോപ്ലാസത്തിന്റെ അളവ് വളരെ കുറഞ്ഞ ഒരു സെല്ലാണ്. അപ്പോൾ ഉണ്ടാകുന്ന ഓവ എന്തായിരിക്കണം? സൈറ്റോപ്ലാസം കൂടിയതായിരിക്കണം. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഓവത്തെ സൈറ്റോപ്ലാസം കൂടിയ, ന്യൂട്രിയൻസ് കൂടിയ ഒരു സെല്ലാണ് ഉണ്ടാക്കേണ്ടത്. അതിനു വേണ്ടിയാണ് ഇവിടെ എന്ത് നടന്നത്? അൺഈക്വൽ ഡിവിഷൻ നടന്നത്. അപ്പൊ ഒന്ന് വളരെ ചെറുതാക്കുമ്പോൾ മറ്റേതിന് ഭൂരിഭാഗം സൈറ്റോപ്ലാസം കിട്ടി, ന്യൂട്രിയൻസ് കിട്ടി. അടുത്തതും അൺഈക്വൽ ആകുമ്പോൾ അതിന് ന്യൂട്രിയൻസ് ഭൂരിഭാഗം ഇതിന് കിട്ടി. അപ്പോൾ ഇതിന് ഉറപ്പായിട്ടും നല്ലതുപോലെ വയബിളായി നിൽക്കാൻ പറ്റും, ഫങ്ഷണൽ ആയിരിക്കും, ധാരാളം ന്യൂട്രിയൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള ഒരു ഓവത്തിനകത്ത് ഒരു ന്യൂട്രിയൻസ് കുറഞ്ഞ സ്പേം കയറിയാൽ, സൈറ്റോപ്ലാസം കുറഞ്ഞ സ്പേം കയറിയാലും കുഴപ്പമില്ല. അവിടെ ഉണ്ടാകുന്ന സൈഗോട്ടിൽ നല്ല എമൗണ്ട് എന്തുണ്ടാവും? സൈറ്റോപ്ലാസം ഉണ്ടാവും. എങ്കിലേ ആ സൈഗോട്ടിനെ ഡിവൈഡ് ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഉണ്ടാവുന്ന ഒരു ഫീമെയിൽ ഊജനസിന്റെ ഫലമായിട്ട് ഉണ്ടാവുന്ന ഓവം എന്തായിരിക്കണം? ഫങ്ഷണൽ ആയിരിക്കണം. അങ്ങനെയെങ്കിൽ അതിന് മാക്സിമം ന്യൂട്രിയൻസ് കിട്ടണം. അങ്ങനെയെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഡിവിഷൻ അൺഈക്വൽ ആവണം. അതിനുവേണ്ടിയാണ് ഒരു സെൽ എന്തായത്? പോളാർ ബോഡിയാക്കി ഉണ്ടാക്കിയത്. പോളാർ ബോഡി ഉണ്ടാക്കുന്നതിന്റെ പ്രാധാന്യം മനസ്സിലായോ? എന്തിനാ പോളാർ ബോഡി ഉണ്ടാക്കുന്നത്? ഉണ്ടാവുന്ന ഓവത്തിൽ ഭൂരിഭാഗം ന്യൂട്രിയൻസും കേന്ദ്രീകരിക്കാൻ. ടു കോൺസെൻട്രേറ്റ് മാക്സിമം സൈറ്റോപ്ലാസം ഓഫ് പ്രൈമറി ഊസൈറ്റ് ഇൻ വൺ സെൽ. പ്രൈമറി ഊസിന്റെ ന്യൂട്രിയൻസ് ഭൂരിഭാഗവും ഒരു സെല്ലിൽ കേന്ദ്രീകരിച്ച് അതിനൊരു ഫങ്ഷണൽ ഓവം ആക്കാൻ വേണ്ടിയാണ് അവിടെ എന്തുണ്ടായത്? പോളാർ ബോഡി ഉണ്ടായത്. അപ്പൊ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് പോളാർ ബോഡി ഉണ്ടാവുണ്ടല്ലോ, ഇതിന് വളർന്ന് ഒരു പ്രൈമറി യൂസൈറ്റ് ആയ പോരെ, ഇതിന് വളർന്ന് ഒരു ഓവമായ പോരെ, എന്തിന് പോളാർ ബോഡി ഉണ്ടായി? ഇത് മിയോസിന് വിധേയമാകണ്ടായിരുന്നല്ലോ. അതിനുള്ള കാരണം നിങ്ങൾ തന്നെ ചിന്തിക്കുക. ഇത് ഡിപ്ലോയിഡ് ആണ്, ഡിപ്ലോയിഡ് പ്രൈമറി യൂസൈറ്റ് ആണ്. നമുക്കുണ്ടാകേണ്ട ഓവം ഹാപ്ലോയിഡ് ആണ്. അപ്പൊ അവിടെ എന്ത് നടന്നാലേ പറ്റുള്ളൂ? മിയോസിസ് നടന്നാലേ പറ്റുള്ളൂ. മിയോസിസ് നടന്നാലേ
ക്രോമസോം നമ്പർ പകുതി ഇതിൽ പോകത്തുള്ളൂ, പകുതി വേറെ ഒന്നിലേക്ക് പോകാൻ ആള് വേണ്ടേ? അപ്പൊ അവിടെ ഒരു സെല്ല് ഉണ്ടായാലേ പറ്റത്തുള്ളൂ. അപ്പൊ ഒരു സെല്ല് ഉണ്ടാക്കിയാലേ പറ്റുള്ളൂ. അതുകൊണ്ട് അവിടെ എന്തുണ്ടാക്കിയത്? ഒരു ചെറിയ സെല്ലാക്കി പോളാർ ബോഡി ഉണ്ടായത്. ഇപ്പൊ ഇതിനെ ഡെവലപ്പ് ചെയ്ത് ഈ പ്രൈമറി യൂസിൽ ഡെവലപ്പ് ചെയ്ത് രോഗമായി കഴിഞ്ഞാൽ ആ ഓവത്തിന്റെ ക്രോമസോം നമ്പർ എത്രയായി പോകും? ഡിപ്ലോയിഡ് ആയി പോകും. ഡിപ്ലോയിഡ് ഓവവും ഹാപ്ലോയിഡ് സ്പേം കൂടെ ചേർന്ന ട്രിപ്ലോയിഡ് സൈഗോട്ട് ഉണ്ടാവും. അങ്ങനെ ഒരു സൈഗോട്ട് ഉണ്ടായിട്ട് കാര്യമില്ല, അങ്ങനെ ഉണ്ടാവത്തില്ല. ഞാൻ ചുമ്മാ റെലവൻസ് ആയിട്ട് കാര്യം പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇവിടെ പോളാർ ബോഡി ഉണ്ടാവുന്നതിന്റെ പിന്നിൽ രണ്ട് സിഗ്നിഫിക്കൻസ് ആണ്. ഒന്ന്, ഈ പ്രൈമറി യൂസൈറ്റിന്റെ ന്യൂട്രിയൻസ് ഭൂരിഭാഗവും ഒരു സെല്ലിൽ കേന്ദ്രീകരിച്ച് അതൊരു ഫങ്ഷണൽ ഓവമായി മാറ്റുക. രണ്ടാമത്തത്, ആ പ്രൈമറി യൂസൈറ്റിന്റെ ക്രോമസോം നമ്പർ നേരെ എന്ത് ചെയ്യണം? സെക്കൻഡറി യൂസൈറ്റ് അല്ലെങ്കിൽ ഓവം ഉണ്ടാകുമ്പോൾ ഓവത്തിന്റെ ക്രോമസോം നമ്പർ എത്രയായി നിലനിർത്തണം? ഹാപ്ലോയിഡ് ആക്കി, പകുതിയാക്കി നിലനിർത്തണം. അപ്പൊ പകുതി ക്രോമസോം വേറെ സെല്ലിലൂടെ പോയാലേ പറ്റത്തുള്ളൂ. അതിനുവേണ്ടിയാണ് അവിടെ പോളാർ ബോഡി ഉണ്ടാക്കിയത്. അപ്പൊ ഓവത്തിന്റെ ക്രോമസോം നമ്പർ ഹാപ്ലോയിഡ് ആയിട്ട് നിലനിർത്താനും പ്രൈമറി യൂസിനെ ന്യൂട്രിയൻസ് മൊത്തം ഓവത്തിലോട്ട് കേന്ദ്രീകരിക്കാനും വേണ്ടിയാണ് അവിടെ എന്തുണ്ടാക്കിയത്? പോളാർ ബോഡി ഉണ്ടാക്കിയത്. അതാണ് പോളാർ ബോഡി ഉണ്ടാവുന്നതിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. സോ നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. 2-3 പ്രാവശ്യം വീഡിയോ കാണുക, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക. വീഡിയോ ക്ലാസ്സുകൾ കാണുമ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗ്രൂപ്പിൽ അത് ചോദിച്ച് അത് കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും? ക്ലിയർ ചെയ്യാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിച്ചു, അല്ലെങ്കിൽ വാട്സപ്പ് വഴി ചോദിച്ച് അത് ക്ലിയർ ചെയ്യാം. വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്ത്, വളരെ കോംപ്ലിക്കേറ്റ് ടോപ്പിക്കാണ്. ഇത്രയും വലിയ പ്രയാസമൊന്നും നമ്മുടെ എക്സ്പെരിമെന്റിന് പഠിച്ചു പോയില്ലായിരുന്നു അല്ലേ? സോ നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒരു യൂജനിസ്റ്റിന്റെ ഓരോ ഹൈറാർക്കി മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.